നമ്മളെപ്പോഴും ചെടികളും വൃക്ഷങ്ങളും ഒക്കെ വെട്ടിയൊരുക്കുന്നത് കാണാറുണ്ട്. വെട്ടിയൊരുക്കുന്നത് സഹനം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ആ വെട്ടിയൊരുക്കുന്നതിലൂടെയാണ് കൂടുതൽ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ വൃക്ഷങ്ങൾക്കും ചെടികൾക്കും സാധിക്കുന്നത്. അത് ഒരു പ്രപഞ്ച സത്യമാണ്. ശില്പി കല്ലിൽ നിന്ന് ശില്പത്തെ കൊത്തിയെടുക്കുമ്പോഴും ആ കല്ല് സഹനത്തിലൂടെ കടന്നു പോകുമെങ്കിലും കൂടുതൽ മികച്ച ഫലം നൽകാൻ ഒരു ശില്പത്തെ സൃഷ്ടിക്കാൻ ആ കൊത്തിയൊരുക്കലിലൂടെ ശില്പിക്ക് കഴിയുന്നുണ്ട്. സഹനം അവിടെയും ആവശ്യപ്പെടുന്നുണ്ട്. ഒരു മരത്തിന്റെ കാര്യമെടുത്താലും മരത്തിൽ നിന്ന് ഒരു ഉപകരണമോ എന്തെങ്കിലും വസ്തുവോ ഉണ്ടാക്കണമെങ്കിലും ആ മരവും കൂടുതൽ സഹനങ്ങളിലൂടെ ത്യാഗങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അത്തരം കടന്നു പോകലിലൂടെയാണ് കൂടുതൽ മികച്ച ഉപകരണങ്ങൾ പ്രദാനം ചെയ്യാൻ ഒരു ആശാരിക്ക് സാധിക്കുന്നത്. അങ്ങനെ നമ്മൾ ജീവിതത്തിന്റെ സമസ്ത മേഖലകളും പരിശോധിച്ചാൽ കൂടുതൽ മികച്ച നന്മ ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ എപ്പോഴും സഹനം ജീവിതത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. ആ സഹനങ്ങൾ സഹനത്തിൽ അവസാനിക്കാനുള്ളതല്ല, കൂടുതൽ മികച്ച ഫലങ്ങൾ നൽകാൻ ആ സഹനങ്ങൾ സഹായിക്കുന്നുണ്ട്. നമ്മൾ കൈത്താകാലത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കൈത്താകാലത്തെ ഫലാഗമകാലം എന്നുകൂടി പറയാറുണ്ട്. സഭ ശിഷ്യരിലൂടെ വളർന്ന് കൂടുതൽ നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു കാലമാണ് കൈത്താക്കാലം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നന്മകളും സഭയുടെ വളർച്ച തന്നെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മളിലൂടെ സഭ വളരുകയാണ്, നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളെ ത്യാഗങ്ങളെ സന്തോഷപൂർവ്വം ഏറ്റെടുക്കാനും കൂടുതൽ നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കാനുള്ള അവസരങ്ങളാക്കി അവയെ മാറ്റാനും നമുക്ക് സാധിക്കണം. ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ആഘോഷങ്ങളൊക്കെ കൊടിയിറങ്ങി. പലപ്പോഴും പല കളിക്കാരെയും കുറിച്ച് നമ്മൾ പറയുന്നത് ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും കൂടുതൽ ദുഷ്കരമായ അവസ്ഥകളിലൂടെ അവരൊക്കെ കടന്നു പോയിട്ടുണ്ട്. ലോകത്തെ മികച്ച 2 കളിക്കാരെ തന്നെ നമുക്ക് എടുക്കാം. മെസ്സിയെ പറ്റി പറയാ, ബാല്യകാലത്ത് ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകളിലൂടെ അസുഖങ്ങളിലൂടെ കടന്നുപോയ ഒരാളാണ്. ചികിത്സിക്കാൻ പണമില്ലാതെ കടന്നുപോയ ഒരാളാണ്. പക്ഷേ നിരന്തരമായ കഠിനാധ്വാനത്തിലൂടെ നന്മയുടെ കൂടുതൽ ഫലം പുറപ്പെടുവിക്കാൻ ഈ ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരാളായി തീരാൻ, ലോകത്തിലെ മികച്ച കളിക്കാരിൽ ഒരാളായി തീരാൻ മെസ്സിക്ക് സാധിച്ചു. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കാര്യവും അങ്ങനെ തന്നെ. ഒരുപാട് ദാരിദ്ര്യത്തിന്റെ പടുകുഴികള് വെട്ടിത്താണ്ടി ജയിച്ചു കയറി വന്നവരാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ലോകത്തെ മികച്ച കളിക്കാരിൽ ഒരാളായി ക്രിസ്ത്യാനോയും മാറുകയാണ്. ആ സഹനങ്ങള് ത്യാഗങ്ങള് ജീവിതകാലത്തുണ്ടായ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയപ്പോൾ അവർ മനസ്സ് മരവിച്ച് മടുത്തു പോയിട്ടുണ്ടെങ്കിൽ ഈ കൂടുതൽ നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല. ആ സഹനങ്ങളെ ഒരു വെല്ലുവിളിയെ ഏറ്റെടുത്ത് നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിച്ചതുകൊണ്ടാണ് അവർ ലോകത്തെ മികച്ച കളിക്കാരായി മാറിയത്. അതുപോലെ നമ്മുടെ ജീവിതത്തിലും സഹനങ്ങളെ സന്തോഷപൂർവ്വം ഏറ്റെടുക്കാനും നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കാനും അങ്ങനെ നമ്മിലൂടെ സഭ വളരുന്നത് കണ്ട് കൂടുതൽ അഭിമാനത്തോടെ ജീവിക്കാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.